ഇന്ന് നമ്മൾ ഒരു സമോസ കട കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ അജ്മാനിലുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമോസ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സമോസകളാണ് ആ ഒരു കടയുടെ കാര്യം. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് റൂട്ട് കാണിച്ചു തരാം. ഫെയർമോണ്ട് ഹോട്ടലാണ്. അവിടെ നിന്ന് ബാഹി അജ്മാൻ. ഇതാണ് പറഞ്ഞ കട. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് ഒരു ബോക്സ് സമോസയും പിന്നെ കോഫി ഓർഡർ ചെയ്ത് 9 dirhams. ഇപ്പോൾ കാണിച്ചു തരാം സമോസ. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഇവിടെ ബീച്ചിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഒരു ഷിപ്പ് വന്നത്. അപ്പോൾ അതിപ്പോൾ കൂടുതൽ ഇങ്ങോട്ട് അടുത്തിട്ടുണ്ട്. അപ്പം അത് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആകെ ബിസിയായിരുന്നു. ക്ലാസ്സൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി. ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം അതും കാണിക്കാം, പിന്നെ സമോസയും കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോകുന്നുണ്ട്. അത് ഷാർജയാണോ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. അത് വ്ളോഗിൽ കാണിക്കാം. അപ്പം സമോസ നമ്മുടെ സമോസ എത്തി. താങ്ക് യു. കോഫി വിത്ത് സമോസ. സമോസ ഒരു ഇത്ര സമോസ കിട്ടും. ഒറ്റടിക്ക് ചൂടാ. വല്ല ആവശ്യമുണ്ടായിരുന്നു. നോക്കിയോ, കൊള്ളാം. ഓക്കെ, അപ്പം നമുക്ക് നമുക്ക് സമോസയും ഷിപ്പും കൂടെ കണ്ട് മീൻ മാർക്കറ്റിലോട്ട് പോവാം. സമോസ കഴിച്ച് ഷിപ്പ് കാണാം. അതാണ്ട് ഷിപ്പ് കണ്ടോ, അടുത്തെത്തി. നമുക്ക് അങ്ങോട്ട് പോവാം, ആ സ്ഥലത്തേക്ക് പോവാം. ഇതാണ് സമോസ. വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നു. അടിപൊളി കേട്ടോ, നല്ല ക്രിസ്പി, നല്ല സമോസ കേട്ടാ. കോഫി എങ്ങനെയുണ്ട്? ഫ്രഷ് മിൽക്കാണോ? ചേട്ടൻ വരുന്നില്ല? ഷിപ്പിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. അടുത്തെത്തിയിരിക്കുക. അജ്മാൻ ബീച്ചാണത്.
തിരിച്ചു പോവുക. കാരണം പാർക്കിംഗ് ഇടണം. അല്ലെങ്കിൽ നമ്മൾ 5 മിനിറ്റ്സ് സ്കൂളിൽ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് ഇടണം. പിന്നെ 1 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഫിഷ് മാർക്കറ്റിൽ പോകണം. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. വാ, നമ്മളങ്ങനെ അവസാനം അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മളിപ്പോൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ്. ഇത് അജ്മാൻ പോർട്ടാണ്. കുറേ നാളായി അജ്മാനിൽ വന്നിട്ടല്ലേ നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റ്. എനിക്കൊന്നൊരു 4 വർഷമെങ്കിലും ആയി കാണും അജ്മാൻ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിട്ട്. സാധാരണ ഞങ്ങൾ എപ്പോഴും ഷാർജയിലേ പോകത്തുള്ളൂ. ഷാർജയാണ് നമുക്ക് ഒരു സൗകര്യവും പിന്നെ ഭയങ്കര നീറ്റാണ് ഷാർജ ഫിഷ് മാർക്കറ്റ്. നമുക്ക് അവിടെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു നമുക്ക് ആ ഒരു മീനിൻ്റെ ഒരു ഇത് തോന്നത്തില്ല. നമുക്ക് മണമൊന്നും അവിടെ അതുപോലെ നീറ്റാണ് ഷാർജ ഫിഷ് മാർക്കറ്റ്. പക്ഷേ ഈ അജ്മാനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കണം. അതുപോലെ നമ്മുടെ ദേഹത്ത് പോലും മീനിൻ്റെ മണമായിരിക്കും. എന്തായാലും ഇത്തവണ പോയി നോക്കാം എന്ത് വന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ സാധാരണ അജ്മാൻ ഫിഷ് മാർക്കറ്റ് വരാത്തത്. ഷാർജയിൽ തന്നെ പോകുന്നു. ഷാർജ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തും കിട്ടും. എക്സ്പെൻസീവ് ആണ്. കമ്പയർ അജ്മാൻ ഷാർജ നോക്കുമ്പോൾ ഷാർജ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാലും നല്ല നീറ്റ്നെസ് നോക്കുമ്പോൾ നമ്മൾ ഷാർജയിലേക്ക് പോകത്തുള്ളൂ. ഷാർജയിൽ ബാർഗൈനിങ് ഒന്നുമില്ല. അവിടെ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഫുള്ള്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്ത് ഈ മീൻകാർക്കൊക്കെ ബാർഗൈൻ ചെയ്ത് നമുക്കൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് കമ്പനിയിലേക്ക് അതിൻ്റെ ക്യാഷ് പോകുന്നത് അവർക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബാർഗൈനിങ് ഒക്കെ നടക്കും. എന്തായാലും നോക്കാം. കുറേ നാൾക്ക് ശേഷമല്ലേ വരുന്നത്. ഇപ്പം എന്തൊക്കെ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയത്തില്ല. ഒന്നല്ല 4 വർഷം. 4 വർഷമായി. എപ്പോഴും എത്ര വർഷം ചേട്ടൻ മറന്നുപോയോ? 4 വർഷമായി. നമ്മൾ ഗ്രില്ല് മേടിച്ചത് എവിടെ നിന്നാന്നറിയാം? ഷാർജയിൽ. അപ്പൊ ഉണ്ട്. അത് ഞാൻ വ്ളോഗിൽ കണ്ടായിരുന്നു. ഇവിടുത്തെ മാർക്കറ്റിലെ പിള്ളേരുടെ വ്ളോഗൊക്കെ ഉണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ പിള്ളേർ തന്നെ വ്ളോഗൊക്കെ ഇടുന്നത് ഇപ്പൊ. അവിടുത്തെ ബാക്കിയുള്ള സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ല. നോക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. അങ്ങനെ നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിലെത്തി. ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി. കാരണം കുറേ നാളായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇതിനെന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ മൊത്തം അങ്ങനെ വഴി തെറ്റിപ്പോയി. പക്ഷേ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. കാണാൻ പറ്റുന്നില്ല. പഴയതുപോലൊക്കെ തന്നെ ഫ്രണ്ട് വ്യൂ ഒക്കെ പഴയതുപോലൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ വലിയ വ്യത്യാസമില്ല. പാർക്കിംഗ് കിട്ടി. ഭയങ്കര മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നാടൻ താറാമുട്ട, കോഴിമുട്ട, കാടമുട്ട ഇവിടെ കിട്ടും. ഇനി ലേലം വിളിയൊന്നും ഇല്ലല്ലേ? സൺഡേ ആയതുകൊണ്ട്. ഇത് വെള്ളച്ചൂര. ഇതെന്ത് മീനാ? ഇത് ബാരക്കുട. മോത. ഇത് ജഷാണ്. സാധാ വെള്ളപ്പാര. ഇത് ടിടിപ്പാര. നല്ല മീനാണ്. ഒന്ന് തുറന്നേ. നല്ല മീൻ. എത്രയാണ്? 15 രൂപ തരാം. കിലോ 15. എത്ര കിലോ ഉണ്ട്? ജസ്റ്റ് നോക്കട്ടെ. നല്ല മീനാണ്. വട്ടിയിൽ സൂപ്പർ വട്ടാണ്. ജസ്റ്റ് സാധാ വെള്ളപ്പാര. നോക്കട്ടെ, ഞാൻ തിരിച്ചു വരാവേ. പോയിട്ട് നോക്കിയിട്ട് അടുത്തോളി. നോക്കാം വരാം. കാണിച്ചേ, കൊഞ്ച് കാണിച്ചു. ഇതിന്റെ മുകളിൽ എത്ര എടുക്ക്? ഒരു കവർ കൂടി ഇട്ടേക്കെ. സിലോപ്പിയ.
അല്ല പോവില്ല 25 15 പോലും 18 പേരാണ് 15 15 മതി. എത്രയായിരുന്നു? 20. ഇതെന്തുവാ? മുട്ട മീൻ മുട്ട. കല്ലുമ്മക്കെ ويجي بيخلص في نفس اليوم لانه مش كتير خطر لانه غلط مصر അറബിയല്ല, നമ്മുടെ സീബാസ് അല്ലേ? ആ ശരി അറിയാം. ഇത് നമ്മുടെ കണമ്പല്ലേ? ഇതിനെത്ര? അടിപൊളി ഇതല്ല ഒന്നല്ല ഇഷ്ടം പോലെ നല്ല ഫ്രഷ് സൂപ്പർ മോശം നമ്മൾ നല്ലത് വെച്ചിട്ടുള്ള കച്ചവടം. 2 കിലോ എടുത്ത 25 എടുത്താൽ സ്പെഷ്യൽ ഓഫർ. 2 കിലോ 20 എടുത്തു. 2 കിലോ 20. നെക്സ്റ്റ് ടൈം വരാട്ടെ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന കുഴപ്പമില്ലല്ലോ. 19. ആ ഇവിടെ ആരുടെ യൂട്യൂബ് ആരുടെ ഉണ്ടല്ലോ? ആണോ? പിടയ്ക്കുന്നത് കൈ കിടന്ന് പിടയ്ക്കും. കൈ പിടപ്പിക്കുക. 2 കിലോ. അതെന്ത് മീനാ ഇട്ടത്? അത് ചെറിയൊരു പോയിന്റ് മത്തി വേണ്ട. മത്തി നല്ല മുട്ടുള്ള മത്തി. മത്തി വേണ്ടല്ലേ, ഭയങ്കര സ്മെല്ലായിരിക്കും. വീട് മൊത്തം ആ പിന്നെ ശരി വേണം. അയ്യോ നിൽക്കേ. ശരി, എൻ്റെ ഫോണിൻ്റെ ഇതില്ലാത്തായിരിക്കും. വേണ്ട. ഇവിടെയാണ് ലേലം വിളിക്കുന്നതൊക്കെ. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ലേലം വിളിക്കുന്നതൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുക. ആ ബോട്ടൊക്കെ കടലിൽ പോകുന്ന ബോട്ടുകൾ. വെള്ളച്ചുരിക്ക് അത് വെള്ളയല്ലേ? ഇതിനെത്രയാ? 50 രൂപ. 50 രൂപ. ലോക്കൽ മീൻ. ഞാൻ ലാസ്റ്റ് ചേച്ചി ഇത് ചെമ്പല്ലി എന്ന് പറയുന്നത്. ഇത് ചെമ്പല്ലിയാന്ന് പറയുന്നത്. ആണോ? എനിക്കറിയില്ല. ചെമ്പല്ലി ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അറിയില്ല. നിങ്ങളുടെ പേര് ഇതിൽ വരും, ബ്ലോഗിൽ വരും. ചെമ്പല്ലിയാണോ? സത്യം പറ, അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് പറയും. അല്ല, ഇത് എന്താ പേര് പറ. പേര് ചെമ്പല്ലിയാണ്. ചെറിയ ചെമ്പല്ലിയാണ്.
10 തരം. 10 റംസ്. തല കിട്ടിയോ? എന്നാ മേടി. ഇത് ചെമ്പല്ലി വേണമെങ്കിൽ എടുക്കാം. മതിയോ? മതിയോ? ആ കുറേ മേടിച്ചിപ്പോൾ തന്നെ. ഓക്കെ ശരി. കണമ്പ് കാണുമ്പോൾ പ്രവീൺ തന്നെ ഓർമ്മ വരുന്നു. കിലോ 20. 2 കിലോ ആണെങ്കിൽ 35 രൂപ. വൈകിട്ട് വന്ന മീനാണ് ചേട്ടാ. രാവിലത്തെ മീനല്ല, നല്ല മീൻ. മറ്റേ ഒമാന്റെ മീനൊന്നുമല്ല, ഇവിടുത്തെ മീനാണ്. 2 കിലോ 25 രൂപ. 1 കിലോ 20. 2 കിലോ 35 രൂപ. ക്ലീനിങ് സ്ഥലത്തേക്ക് പോവുകയാണ്. എത്രയാന്ന് എനിക്ക് എത്രയാന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറയണേ. बंदरम ये कितने का है? ये कितना 1 किलो भी नहीं है ना? किलो कितना? वो झींगा का किलो का 5 ग्राम है. चिकन का किलो 5 ग्राम है. ओके. और ये दो 1 किलो भी नहीं है. 2 मिला के ये दोनों मिला के 1 किलो. ये दोनों मिला के 2 किलो ज़्यादा आएगा. उसमें देखेगा पहले बताओ. ओके 10 ग्राम बोला 15 तो पहले ही बोला ना. ये क्या करेगा इसका सलाद मिलेगा. प्लेन का कट होना 2 पीस कट. मच्छी का सर कुछ मिलेगा. सर कुछ है सर. और ये छोटा करेगा इसका. हाँ ये भी कट कर 2 कट. 2 पीस करेगा बस. हाँ 2 पीस. ये बड़ा ये 2 पीस 4 पीस. इसका सर रखने का. चिमनी का सर रखेगा. अलग करेगा साथ रखेगा. हाँ ये साथ भी रखेगा ऐसा. अलग करके रखेगा. ये वाला कितना था? ये थोड़ा. हाँ बस ये आगे लगे. വെള്ളം വേണോ? ഇവിടെ ജെൻസിനൊരു സൈഡ്, ലേഡീസിനൊരു സൈഡ്. ലേഡീസിൻ്റെ സൈഡിൽ ആരുമില്ല. ഇവിടെ ഇങ്ങനെ ഫിഷ് നമുക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. ഞങ്ങളിപ്പോൾ ഒരു മീൻ കൊടുത്ത് സീബാസ് അല്ലേ നമ്മൾ കൊടുത്ത മീനിൻ്റെ പേര് സീബാസ് മീൻ ഞങ്ങളിവിടെ കൊടുത്തു. ഇവിടെയല്ല, അപ്പുറത്തെ സൈഡിലാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലത്ത്. മീനാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത്. सीरियल बोलते हैं. सीरियल है नहीं है भाई. सीरियल तुम पूछता हुआ हमें कौन के सारी നമ്മളിവിടെയാണ് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. വെയിറ്റിംഗ് 1 മണിക്കൂർ എടുക്കും നേരത്തെ അവർ പറഞ്ഞു. അവിടെയാണ് ഗ്രില്ല് ചെയ്യുന്നത്. അവിടെ പക്ഷേ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഉള്ളിലോട്ട് സന്ധ്യയായി. അവിടെയൊക്കെ ബോട്ടാണ് കേട്ടോ കിടക്കുന്നത്. എല്ലാം ഇനി രാവിലെ പോകും കടലിൽ. ഈ കൊല്ലത്തെ മറ്റേ മാർക്കറ്റ് പോലെ തോന്നിക്കുന്നത്. ഫിഷ് മാർക്കറ്റ് ഇങ്ങനെ കടലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലേലം വിളിക്കുന്നത്. ഇനിയത്തെ പ്രാവശ്യം കൊല്ലത്ത് പോകുമ്പോൾ അത് കാണിച്ചു തരാം.
കൊല്ലത്തെ ലേലം വിളിയൊക്കെ ഉണ്ട്. ഇതെല്ലാം ബോട്ടുകളെല്ലാം കരയ്ക്ക് കിടക്കുക. ഇനി എപ്പോഴാണ് അടുത്ത പോക്കെന്നറിയില്ല. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പം ഇറങ്ങി ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ പകലായിരുന്നു, ഇപ്പോൾ രാത്രിയായി. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഫിഷ് ഗ്രില്ലിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വലിയ മീനാണ്. കുഴപ്പമില്ലല്ലേ? 12 തരം 2 ഗ്രില്ലിന്. നമ്മൾ മീൻ മേടിച്ചു കൊടുക്കുമ്പോൾ ലാഭമാണ് നമുക്ക്. 12 തരത്തിന് ഒരു ഗ്രില്ല് ചെയ്ത് വരും. അപ്പം വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കൊള്ളാമല്ലേ? അടുത്ത വ്ളോഗിൽ കാണാം നമുക്ക്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. അങ്ങനെയുണ്ട്. കൊള്ളാം, നല്ല ഫ്രഷ് മീനാണ്, നല്ല സ്പൈസി. ഇവരുടെ മസാല കൊള്ളാം അല്ലേ? സൂപ്പറാട്ടോ. 12 തരം അല്ലേ? 12 ലാഭം കേട്ടോ. ഇതെന്താ മീൻ? മീനിന്റെ പേരെന്ത്? സീബാസ്. കാളാഞ്ചി. കേരളത്തിൽ പറയുന്ന കാളാഞ്ചി ആണോ? എനിക്കറിയില്ല പേര് കറക്റ്റ്. ഓക്കെ, അത് സീബാസ് എന്നാണ് പറഞ്ഞത്. കൊള്ളാം.